Hi all, hearty welcome to our spoken English class. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചു വരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനൊക്കെ എല്ലാവരും നല്ല എക്സ്പേർട്സ് ആയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേറെ 2 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ഇടാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഈ 2 ക്വസ്റ്റ്യൻ വേർഡ്സ്, അതായത് ഇത് രണ്ടും അതിന് സവിശേഷത ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അളവുകളുമായിട്ട്, അളവ്, എണ്ണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര മാത്രം ഇത് കാണിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്, എത്ര എണ്ണം കാണിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഹൗ മെനി. അതിന് ആൻസർ നമുക്ക് ഒരു എണ്ണമായിരിക്കും കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഹൗ മച്ച്. ഇതിന് നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും അളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എത്രമാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണി പറയാൻ പറ്റില്ല, അത് അളന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഹൗ മെനി എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്. അപ്പൊ എത്ര കുട്ടികൾ എന്നുള്ള പദത്തിന് നമ്മൾ ഹൗ മെനി students, how many students are there in your class? നിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്. how many students are there in your class? അവളുടെ കയ്യിൽ എത്ര പേനകളുണ്ട്. how many pens are there in her hands? how many pens are there in her hands? നിന്റെ ബാഗിൽ എത്ര പുസ്തകങ്ങളുണ്ട്. how many books are there in your bag? how many books are there in your bag? how many books are there in your bag? അങ്ങനെ എണ്ണത്തിനെ കാണിക്കുന്നത് അല്ലേ. നിന്റെ വീട്ടിൽ എത്ര മുറികളുണ്ട്. how many rooms are there in your house? how many rooms are there in your house? നിനക്ക് എത്ര കൂട്ടുകാരുണ്ട്. how many friends do you have? how many friends do you have? നിന്റെ വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്. how many kilometers are there to your house? how many kilometers are there to your house? okay, how many kilometers are there to your house? നിന്റെ വീട്ടിൽ എത്ര പൂച്ചകളുണ്ട്. how many cats are there in your house? how many cats are there in your house? അവൾക്ക് എത്ര ഉടുപ്പുകളുണ്ട്. how many dresses does she have? how many dresses does she have? അല്ലെങ്കിൽ how many frocks does she have? how many frocks does she have? അവന് എത്ര ഫോണുകളുണ്ട്. how many phones does he have? how many phones does he have? അപ്പൊ ഡസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നു. ആ ഒരു രീതി ശ്രദ്ധിച്ചോളുക കേട്ടോ. അത് കാരണം നമ്മൾ ഒരാളെ പറ്റി മാത്രം പറയുന്നത് കൊണ്ടാണ്. ഹി എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ഡസ് ഹി ഹാവ് എന്നുള്ള പ്രയോഗം അവിടെ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഹൗ മെനി എന്ന് പറയുമ്പോഴേക്കും എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഈ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാനായിട്ട് ഓർക്കണം. ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എത്രമാത്രം. അത് നമുക്ക് അളന്നെടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ ഹൗ മച്ച് എത്രമാത്രം എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് പറയും, കടയിൽ പോകുമ്പോഴേക്കും നിങ്ങൾ അരി വാങ്ങിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോഴേക്കും എത്ര മാത്രം അരി നിങ്ങൾ വാങ്ങിക്കും. ഹൗ മച്ച് റൈസ് ഡു യു ബൈ? ഹൗ മച്ച് റൈസ് ഡു യു ബൈ? ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. അരിയുടെ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും കിലോഗ്രാം ആയിട്ടൊക്കെ പറയാലാന്ന്. ഇത് അങ്ങനത്തെ ആ ഒരു യൂണിറ്റ് ഉപയോഗിക്കാത്ത സാഹചര്യങ്ങളിലാണ് കിലോഗ്രാം, മില്ലിഗ്രാം അല്ലെങ്കിൽ ലിറ്റർ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ ഹൗ മച്ച് എന്നുള്ള ആ ഒരു ചോദ്യം
ചോദിക്കേണ്ടത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളണേ. അപ്പൊ ഹൗ മച്ച് റൈസ് ഡു യു ബൈ, ഹൗ മച്ച്. അപ്പൊ ഹൗ മച്ച് ചോദിക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ആൻസർ ഐ ബൈ 1 കിലോഗ്രാം അല്ലെങ്കിൽ 5 kilograms എന്നൊക്കെയുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക്, ഹൗ മാത്രം വെള്ളം കുടിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ 1 glass, 2 glasses, 1 liter എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഹൗ മച്ച്, ഹൗ മച്ച്, ഹൗ മച്ച് ഡു യു സ്ലീപ്പ്, ഹൗ മച്ച്, ഹൗ മച്ച് ഡു യു സ്ലീപ്പ് എന്ന് പറയുമ്പോഴേക്കും എത്ര ടൈം നമ്മൾ ഉറങ്ങുന്നത്. അപ്പൊ ഐ സ്ലീപ്പ് 7 hours a day. അങ്ങനെ നമുക്ക് ആൻസർ പറയുമ്പോഴേക്കും ഇതുപോലെ ഈ ഒരു സമയത്തിന്റെ യൂണിറ്റിൽ നമുക്ക് ആൻസർ പറയാം. അവൾ എത്രമാത്രം പഞ്ചസാര ഉപയോഗിക്കുന്നു, ഹൗ മച്ച് ഷുഗർ ഡസ് ഷീ യൂസ്, ഹൗ മച്ച് ഷുഗർ ഡസ് ഷീ യൂസ്, അവൾ എത്രമാത്രം പഞ്ചസാര ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ അവർ എത്രമാത്രം ഉപ്പ് ഉപയോഗിക്കുന്നു, ഹൗ മച്ച് സോൾട്ട് ഡു ദേ യൂസ്, ഹൗ മച്ച് സോൾട്ട് ഡു ദേ യൂസ്. കണ്ടോ, അപ്പൊ നമുക്ക് ഹൗ മച്ച്, ഹൗ മെനി എന്നുള്ളതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം നമുക്ക് വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പൊ ആ വർക്കുകൾ എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെ തന്നെ കൃത്യമായി തന്നെ ചെയ്യാനായിട്ട് നോക്കണം. ഈ നമ്മൾ തരുന്ന സിമ്പിൾ ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൽ കൂടുതലും ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമുക്ക് വീഡിയോയ്ക്ക് ലിമിറ്റുകൾ ഒത്തിരി ലെങ്തി ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് എക്സസൈസസ് മാത്രം തരുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, അല്ലെ? വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ പകുതിയായി, ഇനി ബാക്കി നമ്മുടെ പകുതിയാണ്. അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.